നങ്ങിയലിയുടെ പൂതപ്പാട്ട് എന്ന കവിതയുടെ കഥാരൂപമാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. നങ്ങിയലും ഭൂതവും. പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഒരു ഭൂതമുണ്ടായിരുന്നു. വലിയ കുന്നിലെ പാറക്കെട്ടിനിടയിലാണ് ഭൂതത്തിന്റെ താമസം. പകൽ സമയങ്ങളിൽ ഭൂതം ഒളിച്ചിരിക്കും. രാത്രിയായാലോ പല രൂപത്തിലും ഭാവത്തിലും വന്ന് ആ വഴി വരുന്ന ആളുകളെ പേടിപ്പിക്കുകയും വെളുപ്പിക്കുകയും ഒക്കെ ചെയ്യും. ആയിടയ്ക്കാണ് ആറ്റിൻവക്കത്തെ മാറ്റി വീട്ടിലെ നങ്ങിയലി അമ്മയ്ക്കൊരു ഉണ്ണി പിറന്നത്. താഴെ വെച്ചാൽ ഉൾവച്ചാലോ തലയിൽ വെച്ചാൽ പേരടിച്ചാലോ എന്ന് കരുതി അമ്മ ഉണ്ണിയെ താലോലിച്ചാണ് വളർത്തിയത്. ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞപ്പോൾ പഠിക്കാനായി പള്ളിക്കൂടത്തിലേക്ക് അയച്ചു. മുന്നിൽ പോകുന്ന വഴി മറിയുന്നതുവരെ നങ്ങിയമ്മ നോക്കി നിൽക്കും. ഒരു ദിവസം പാക്കറ്റിന്റെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഭൂതം ഉണ്ണി നടന്നു വരുന്നത് കണ്ടു. എഴുത്താണിയും പുസ്തകവും പിടിച്ച് നടന്നു വരുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിന് സ്നേഹവും വാത്സല്യവും തോന്നി. ഭീകരരൂപിയായ ഭൂതം തന്റെ രൂപം മാറ്റി ഒരു പെൺകിടാവായി മാറി. എഴുത്താണിയും പുസ്തകവും വലിച്ചെറിഞ്ഞു വന്നാൽ കളിപ്പാട്ടം തരാമെന്നും കളിക്കാൻ കൂട്ടുകൂടാമെന്നും പറഞ്ഞ് ഉണ്ണിയെ കൊണ്ടുപോയി. നേരം സന്ധ്യയായി. ഉണ്ണി ചിത്തിയില്ല. ഇരുട്ട് ഉണ്ണിയെ കാണാതായപ്പോൾ അമ്മ ഉണ്ണിയെ തേടി പുറപ്പെട്ടു. ഉണ്ണി ഉണ്ണി എന്നും വിളിച്ച് പാവം അമ്മ അമരങ്ങളിലൂടെ എല്ലാം നടന്നു. എത്ര അന്വേഷിച്ചിട്ടും അമ്മയ്ക്ക് ഉണ്ണിയെ കാണാൻ പറ്റില്ല. അമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഉണ്ണിയെ അന്വേഷിച്ച് അമ്മ മലമുകളിലേക്ക് പോയി. മലമുകളിലെ ഭീകരമായ ഭൂതമാണ് തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പാവം അമ്മയ്ക്ക് മനസ്സിലായി. ഈ സമയം പൂമരച്ചോട്ടിൽ നിന്ന് പൂമാല ഉണ്ടാക്കി കളിക്കുകയായിരുന്നു നമ്മുടെ ഭൂതം. ഭൂതത്തിന്റെ കാലിൽ നങ്ങിയലിയുടെ തേങ്ങൽ വന്നെത്തി. അമ്മയെ പേടിപ്പിച്ചോടിക്കാൻ ഭൂതം പലയിടങ്ങളും പുറത്തെടുത്തു. ഭീകര ചുഴലിക്കാറ്റായി വന്നപ്പോൾ ഒറ്റ കണക്കിൽ നിന്നു നങ്ങിയലി. ഭൂതം കാട്ടുതീയായി മാറിയപ്പോൾ തന്റെ കണ്ണുനീര് കൊണ്ട് ആ തീ അണച്ചു. നരിയായും പുലിയായും ചെന്ന ഭൂതത്തോട് തരികന്റെ കുഞ്ഞിനെ എന്നാണ് അമ്മ പറഞ്ഞത്. ഇങ്ങനെയൊന്നും അമ്മയെ പേടിപ്പിച്ചോടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം ഒറ്റയെടുത്തു. ധാരാളം പൊന്നും പണവും ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്കുള്ളതാ, പകരം ഈ കുഞ്ഞിനെ എനിക്ക് തരണം. അമ്മ എന്ത് ചെയ്തെന്നോ? 2 കണ്ണുകൾ ചൂന്നെടുത്ത് ഭൂതത്തിന്റെ മുൻപിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിനേക്കാളും വലുതാണ് എനിക്ക് എന്റെ ഉണ്ണി. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായല്ലോ. ഒരു തെച്ചിക്കോൾ വരച്ച് മന്ത്രം ധരിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങിയലിക്ക് കൊടുത്തു. ഉണ്ണിയെ കിട്ടിയ സന്തോഷത്തിൽ തലോടി ഉമാക്കാൻ പോകുമ്പോഴാണ് ഇത് തന്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലാക്കിയത്. പെറ്റമ്മേ വഞ്ചിക്കുന്ന ഭൂതമേ എന്ന് പറഞ്ഞ് അമ്മ ശപിക്കുവാനായി കൈകൾ ഉയർത്തിയപ്പോൾ ഞെട്ടിത്തറിച്ചു ഭൂതം. പെറ്റമ്മയുടെ ഈ ശാപം തനിക്ക് താങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ 2 കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. ഉണ്ണിയോടുള്ള ഭൂതത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയ നങ്ങിയലി വർഷത്തിലൊരിക്കൽ ഉണ്ണിയെ ഒന്ന് കാണുവാനുള്ള അനുവാദം നൽകി. കേട്ടില്ലേ ആ തുടികൊട്ടും ചിലത്തിന്റെ നാദവും? ഭൂതം ഉണ്ണിയെ തേടി വരുന്നതാ. പ്രിയമുള്ളവരെ, ഞാൻ ഈ കഥയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അമ്മ നമ്മളെ തല്ലും ശകാരിക്കും, അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയെ സ്നേഹിച്ച കുട്ടികൾ അച്ഛനെ വലിയ മേലോട്ട് എന്നല്ലേ ചൊല്ല്. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഈ കഥ ഇവിടെ സമർപ്പിക്കുന്നു.